അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിലെ 3rd ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് നമ്മളിവിടുന്നത്. പേജ് നമ്പർ 53 തുടങ്ങിയിട്ട് ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൻ്റെ ആട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിവിടെ പാരറ്റ് പറയുന്നുണ്ട് എന്ത്, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. അതുപോലെ തന്നെ കിങ് ഫിഷർ പറയുന്നുണ്ട് ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്. അതുപോലെ തന്നെ കൈറ്റ് പറയുന്നുണ്ട് എന്ത്, ടുഡേയ്സ് മീൽ ഈസ് ഗ്രേറ്റ്. അപ്പോൾ എന്താണ് അവരെല്ലാം പറയുന്നത്? നമ്മുടെ തത്ത പറയുന്നത് എന്താ, എൻ്റെ ഭക്ഷണം ഈ നെൽമണികളും. അതുപോലെ തന്നെ അതായത് നമ്മുടെ പരുന്ത് പറയുന്നത് ഇന്നത്തെ ഭക്ഷണം കുശാൽ എന്നാണ്. അതുപോലെ തന്നെ പൊന്മാൻ പറയുന്നതോ എനിക്ക് കിട്ടി മുഴുത്ത മീനുകൾ. ഇനി അടിയിൽ നമുക്ക് ഈ പക്ഷികളുടെ പേരും അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാരറ്റ് എന്തൊക്കെയായിരിക്കും കഴിക്കുക? ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ. പൊന്മാനോ, അതായത് ഇതിൽ തത്ത പറയുന്നതാണ് എൻ്റെ ഭക്ഷണം അതുപോലെ തന്നെ മണികളാണ്. അതുപോലെ തന്നെ എന്തായിരിക്കും കഴിക്കുക? പൊന്മാൻ പറയുന്നത് എനിക്കും കിട്ടി പരുന്ത് കഴിക്കും. പരുന്ത് പറയുന്നത് കഴിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്നാണ് നമ്മുടെ പരുന്ത് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും നമുക്ക് ആഹാരവും അതുപോലെ തന്നെ പക്ഷികളുടെ പേരും നമുക്ക് പ്രാവ് എഴുതാം. അതുപോലെ പാരറ്റാണ്, ചെമ്പോത്ത് അങ്ങനത്തെ കിളികളുടെ പേരും അവർ കഴിക്കും, അതായത് ധാന്യങ്ങൾ കഴിക്കും. അതുപോലെ തന്നെ പൊന്മാൻ എന്താണ്, കിങ് ഫിഷർ എന്നിട്ട് കഴിക്കുക നമ്മൾ പരുന്ത് എന്തൊക്കെയാണ്, അതായത് കൈറ്റ് എന്തൊക്കെയാണ് കഴിക്കുക? അതായത് ഓരോ കിളികളും കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കിളികളോ പക്ഷികളുടെ കാര്യങ്ങളോ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസ് വേർ ഈസ് വാട്ടർ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൈറ്റ് പറയുന്നുണ്ട് എന്ത്, ഐ ലൈക്ക് ടു ചേസ് ആൻഡ് കേച്ച് ദ പ്രേ. അപ്പോൾ എന്താണ് അവർ പറയുന്നത് ഇതിൽ? ഫസ്റ്റ് എന്താണ് പറയുന്നത്, ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത് എന്നാണ് ഫസ്റ്റ് ആ ഒരു ബോക്സിൽ പറയുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്, ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് നമ്മുടെ പരുന്ത് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ പക്ഷികളും പലതരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നത് എന്നതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നത്. ഇനി അതിൻ്റെ താഴെ നമുക്ക് നോക്കിയാൽ ഒരു കുരുവിയുടെയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കിളിയുടെയും പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കത് നോക്കാം. കുരുവി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഐ ലൈക്ക് ടു പീക്ക് ആൻഡ് ഈറ്റ് ഗ്രേസ് ആൻഡ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. ഐ ആം വൺ എമോങ് ദി ഫ്രൂട്ട് ഈറ്റേഴ്സ്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? അതായത് പുൽവിത്തുകളും ധാന്യമണികളും ഒക്കെ കൊത്തി തിന്നുന്നതാണ് എന്ത്, എനിക്കിഷ്ടം. അതുപോലെ തന്നെ ലാസ്റ്റ് പിക്ചറിലെ കിളി എന്താണ് പറയുന്നത്? പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അത് ലാസ്റ്റ് പിക്ചറിലുള്ള കിളി ഏതായിരിക്കും? അതാണ് കുട്ടുറുവൻ കിളിയാണ് ലാസ്റ്റത്തെ പിക്ചറിലുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താണ്, ഓരോ കിളികൾക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആഹാര ശൃംഖലയാണ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരങ്ങൾ എന്താണ് പല തരത്തിലുള്ളതാണ്. പല പക്ഷികൾക്കും പല ആഹാര രീതികളാണ്. ഇനി നമുക്ക് അപ്പുറത്തെ പേജിൽ നമുക്ക് നോക്കാം. പേജ് നമ്പർ 55. വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്സ്. അപ്പോൾ എന്താണ് നമുക്കിതിൽ പറയുന്നത്? അടുത്ത പേജിൽ എന്താണ് പറയുന്നത്? അതായത് ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാനുള്ളത് അവ കണ്ടെത്തി എഴുതൂ. കൂടുതൽ പക്ഷികളുടെ പേരുകളും കൂടുകളിൽ ഉൾപ്പെടുത്തൂ. അതായത് ഓരോ പക്ഷികളും പലതരം പക്ഷികൾ നമുക്ക് ഈ ഓരോ കൂടുകളിലും കാണാൻ പറ്റും. ഒരു പേരുകൾ എഴുതുക. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഏതൊക്കെ പക്ഷികളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ഫസ്റ്റത്തെ ബോക്സിൽ ആരൊക്കെയുള്ളത്? അവർ പഴങ്ങളാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ വരും? നമ്മുടെ കുയിൽ വരും, അതുപോലെ തന്നെ തത്ത, അതുപോലെ തന്നെ കുട്ടുറുവൻ എന്ന് പറയുന്ന കിളി വരും. രണ്ടാമത്തെ ബോക്സിൽ ഏത് കിളികളാണ് വരുന്നത്? ഹമ്മിങ് ബേർഡ് ഉണ്ട്, സൂചിമുഖിയുണ്ട്. അവരെന്താണ്, തേനാണ് നുകരുന്നത്. അവരുടെ ഭക്ഷണം എന്താണ്? തേനാണ്. അതുപോലെ തന്നെ താഴെയുള്ള ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാം മൈനയും അതുപോലെ തന്നെ മരംകൊത്തി അങ്ങനത്തെ കിളികളാണുള്ളത്. അവരെന്താ പുഴുക്കളെയും പ്രാണികളെയും ഒക്കെയാണ് അവർ ഭക്ഷിക്കുന്നത്. പിന്നെ അടുത്ത ബോക്സിലോ തത്തയും അതുപോലെ തന്നെ മൈന, പ്രാവ്, കുരുവി ഇതൊക്കെയാണ് ലാസ്റ്റ് കൂടുകളിൽ വരുന്നത്. പിന്നെ നമ്മുടെ അടുത്തതിൽ പരുന്തും അതുപോലെ തന്നെ കഴുകനൊക്കെയാണ് വരുന്നത്. എറിയൻ, അതുപോലെ തന്നെ പരുന്ത്, കഴുകൻ ഇതൊക്കെയാണ്. പിന്നെ അവസാനത്തിലോ കൊക്ക്, അതുപോലെ തന്നെ കുളക്കോഴി എന്നിങ്ങനത്തെയുള്ള കിളികളാണ്. അവരൊക്കെ എന്തായിരിക്കും ഭക്ഷിക്കുക? മത്സ്യങ്ങളെയും ചെറുപ്രാണികളെയുമാണ് ഈ കൊക്കൊക്കെ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പരുന്ത് ഭക്ഷിക്കുന്നത് എന്തിനൊക്കെ ആയിരിക്കും? മാംസമാണ് അല്ലേ? മാംസം ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെയോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെയാണ് നമ്മൾ പരുന്ത് ഭക്ഷിക്കുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ പേജിലോട്ട് പോവാം.
Are the size and the body structure of the birds in all nests the same? What are the adaptation of birds for collecting food? Write them down. Draw and match. Identify the joint in the legs and birds based on the natural of beak. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലിപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? ആഹാര സമ്പാദത്തിന് പക്ഷികൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? എഴുതി നോക്കൂ. അതായത് ഓരോ പക്ഷികളുടെയും കൂടുകളും അതുപോലെ തന്നെ അവരുടെ ശരീരഘടനയൊക്കെ ഒരുപോലെയാണ്. അതുപോലെ തന്നെ അവർ ആഹാരങ്ങളൊക്കെ സമ്പാദിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, വരച്ച് ചേർക്കാം. അതായത് ഒരേപോലെ മാച്ച് ചെയ്യുന്നവ എന്ത് ചെയ്യാം, നമുക്ക് വരച്ച് ജോയിൻ ചെയ്ത് ചേർക്കാം. അപ്പോൾ അതാ ഇവിടെ പലതരത്തിലുള്ള കിളികൾ നമുക്ക് ഫിഗർ കാണാം. നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഇനി അടുത്ത പേജിൽ നമുക്ക് നോക്കാം എന്താണ് ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റ്സ്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? നിയർ ദ പോണ്ട്. നെയിം ദ ബേർഡ്സ് സീം ടു വാട്ടർ റിച്ച് പ്ലേസ്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? ലോങ് ലെഗ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഹെഡിങ് എന്താണ്? ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റ്സ്. പക്ഷികളും അവരുടെ വാസസ്ഥലവും. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാകും? കുളക്കരയിൽ കാണാനാവും, അതുപോലെ തന്നെ മരങ്ങളിൽ, പല സ്ഥലങ്ങളിലും നമുക്ക് പക്ഷികളെ കാണാനായിട്ട് സാധിക്കും. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതെല്ലാം? ഏതൊക്കെയായിരിക്കും? നമ്മുടെ കുളക്കോഴി വരും, അതുപോലെ തന്നെ കൊക്ക്, ഇവരൊക്കെ നമ്മൾ ജലമുള്ള സ്ഥലത്തായിരിക്കും. അവയുടെ സവിശേഷതകൾ എന്തെല്ലാം? നീണ്ട കാലുകളായിരിക്കും അല്ലേ? നമ്മുടെ കൊക്കിനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവരുടെ എന്താണ് നീണ്ട കാലുകളായിരിക്കും. പിന്നെയോ, പിന്നെ എന്തൊക്കെയായിരിക്കും? നീണ്ട കാലുകളായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? നീണ്ട കൊക്കുകളായിരിക്കും അല്ലേ? അവർ മിക്കതും എന്തായിരിക്കും ഭക്ഷണം കഴിക്കാൻ? നമ്മുടെ മീൻകുട്ടികളൊക്കെ ആയിരിക്കും അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്താണ്, അവർ നീണ്ട കൊക്കുകളായിരിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. സം ഹാവ് ലോങ് പോയിൻറ്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ്. Birds that hunt for prey in water-rich areas have oily features. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? അതായത് എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല. ചിലതിനെന്താണ് കൂർത്ത കൊക്കുകളും അതുപോലെ തന്നെ കാലുകളൊക്കെ നീണ്ടതും ആയിരിക്കും. പല പക്ഷികൾക്കും പല രീതിയിലായിരിക്കും അവരുടെ സ്ട്രക്ചർ അല്ലേ? ഇനി അടുത്തത് ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് നെസ്റ്റഡ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് us? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റസ് ഡിഫറെൻറ്റ്? ഫൈൻഡ് ദ റൈറ്റ് ഡൗൺ യുവർ ആൻസർ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡിങ് എന്താണ്? പക്ഷികളും അവരുടെ കൂടുകളും. നമുക്ക് ചുറ്റുമുള്ള പക്ഷികളെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാതും എന്തായിരിക്കും? പലതരത്തിലുള്ളതായിരിക്കും അല്ലേ? പല വ്യത്യാസങ്ങളും, പലതരത്തിലുള്ള പക്ഷികളുടെ കൂടുകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള പക്ഷികളുടെ ഫിഗർ നമുക്കിതിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡിങ് എന്താണ്? കൂട് അല്ലേ? കൂട്, അതിന് കാണപ്പെടുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നിർമ്മാണ വസ്തുക്കൾ, അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെയായിരിക്കും? പ്ലേസ് വേർ ദേ ആർ ഫൗണ്ട് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതായത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അത് നിർമ്മിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ബാക്കി എന്തൊക്കെയായിരിക്കും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്നത് കാലാവസ്ഥ അല്ലേ? ആകൃതി. ഇതൊക്കെ കൂടുകളുടെ എന്തായിരിക്കും? വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ കൂടുകൾക്കും പലതരത്തിലുള്ള ആകൃതിയായിരിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥ, പലതും എന്താണ്? പല നിർമ്മിതികൾ കൊണ്ട് നിർമ്മിച്ചതുമായിരിക്കും. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം.